ഭക്തിയുടെ നിറവിൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് UAE-യിലെ ഭക്തർ. ആറ്റുകാലമ്മ പ്രവാസി സമിതിയുടെ നേതൃത്വത്തിലാണ് 14ാമത് പൊങ്കാല മഹോത്സവം അജ്മാനിൽ സംഘടിപ്പിച്ചത്. അനന്തപുരിയിലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും UAE-യിലെ ഭക്തർ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നേദിച്ചു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ താൽക്കാലിക ക്ഷേത്രം കെട്ടിയുണ്ടാക്കിയാണ് അജ്മാനിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചത്. ചടങ്ങുകൾക്ക് ആറ്റുകാൽ ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഗോശാല വിഷ്ണുവാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് ഭഗവതി സേവയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 14ാമത്തെ വർഷമാണല്ലോ ഇത് പൊങ്കാല നടക്കുന്നത്. അത് വളരെയധികം ആൾക്കാർ ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്, യാതൊരു സംശയവുമില്ല. ഇന്നലെ വൈകിട്ട് തന്നെ നല്ലൊരു ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് എല്ലാവർക്കും എലിയിട്ട ഊണ് സദ്യയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നു. ഒരു കുറവും വരുത്താതെ തന്നെ ആറ്റുകാൽ പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ നല്ല ഭംഗിയായി നടത്തുന്നു. ഞായറാഴ്ച പുലർച്ചെ മുതൽ പൊങ്കാല അരിസമർപ്പണവും തുടർന്ന് ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും താലപ്പൊലി ഘോഷയാത്രയും അരങ്ങേറി. ഉച്ചയോടുകൂടി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. നൂറുകണക്കിന് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ചകൾക്കാണ് പ്രവാസലോക സാക്ഷ്യം വഹിച്ചത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നാട്ടിൽ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതി. ഇടുമ്പോൾ നമുക്ക് ആ ദേവിയോടുള്ള ഒരു ഇതും പിന്നെയും പോകണമെന്നുണ്ട്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തവണ എനിക്ക് സാഹചര്യം എല്ലാം ഒത്തു വന്നപ്പോൾ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചു. UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ചടങ്ങുകളുടെ ഭാഗമായത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ തനത് ആചാരാനുഷ്ഠാനങ്ങളോടെ പൊങ്കാലയിടാനായത് പുണ്യമായി കരുതിയാണ് വിശ്വാസികൾ. അജ്മാനിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.